ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടും ഇരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ വിഷയം ഒരു റിക്വസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഒരു പിക്കച്ചാം റീഡിംഗ് ഇനി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പിക്കപ്പ് ഫയൽ റീഡിംഗ്, ഒരു ഷോർട്ട് റീഡിംഗ് ആണ് ചെയ്യുന്നത്. നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ ഇൻലോസ് അവരെങ്ങനെയായിരിക്കും, നിങ്ങളോട് അവരെങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ അവരുമായിട്ടുള്ള നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്നേഹം നിറഞ്ഞതും സമാധാനം നിറഞ്ഞതും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കണക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ റീഡിങ്ങിൽ. അപ്പോൾ എന്നത്തെയും പോലെ 3 ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനായിട്ട്. ഒന്നുകിൽ തംബ്നെയിലിൽ നൽകിയിട്ടുള്ള പിക്ചേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന 3 ഡെക്കുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുന്നത് നിങ്ങൾക്ക് പറ്റുന്നില്ല, സാധിക്കാത്തൊരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വഴിക്ക്, ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ഞാൻ മുന്നത്തെ റീഡിങ്ങിൽ പറഞ്ഞ പോലെ യൂണിവേഴ്സിനോട് ഒരു സൈൻ ചോദിക്കുക, ഇതിലേതാണ് നിങ്ങളുടെ ഡെക്ക് എന്ന് കാണിച്ചു തരുന്നതിനായിട്ട്. 3 ഡെക്കുകളുടെയും 3 ഗ്രൂപ്പുകളുടെയും ടൈം സ്റ്റാമ്പ്സ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പ്സിൽ തൊട്ട് താഴെ അവൈലബിൾ ആണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ൻ്റെ റീഡിങ്ങിലേക്ക് കിടക്കുകയാണ്. നിങ്ങളിവിടെ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. ഹലോ നമസ്കാരം. ഗ്രൂപ്പ് 1, നിങ്ങൾ തംബ്നെയിലിലത്തെ അതിഥി ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ഫ്യൂച്ചർ ഇൻലോസ്. ഓക്കെ, അവർ നിങ്ങളോട് എങ്ങനെയായിരിക്കും, അവരുടെ പെരുമാറ്റം നിങ്ങളോട് എങ്ങനെയായിരിക്കും, അവരുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ നോക്കാം. ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ്, അവരുടെ ഫ്യൂച്ചർ ഇൻലോസ് അവരോട് എങ്ങനെയായിരിക്കും. ക്ലാരിഫൈ ദ ടവർ. Clarify the devil. Clarify the Four of Wands. Clarify the Nine of Pentacles. Thank you. Clarify the Chariot. Clarify the Three of Pentacles. ഓക്കെ, അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഇൻലോസ് എന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന വ്യക്തികളാണ്. ഓക്കെ, നിങ്ങളെ ഒരുപാട് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ മാറുന്നതിനും, നിങ്ങളുടെ ആ ഒരു കംഫർട്ട് സോൺ ഉണ്ട്, നിങ്ങളുടെ ആ ഒരു കുറേ നിങ്ങളെ കൊണ്ട് ഇന്നത് സാധിക്കില്ല, അല്ലെങ്കിൽ ഇന്നതേ സാധിക്കൂ, ഇന്നതേ കൊണ്ട് പറ്റൂ, അങ്ങനത്തെ ഒക്കെ ചിന്തകളുണ്ട്. അതൊക്കെ മാറ്റിമറിക്കുന്ന രീതിയിലായിരിക്കും അവരുടെ നിങ്ങളോടുള്ള സമീപനം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതിലൂടെ ഒരു ഗ്ലോ അപ്പ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ആസ് എ പേഴ്സൺ ഒരുപാട് മാറുന്നുണ്ട്, പക്ഷെ നല്ല മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. ഓക്കെ, നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നു, നിങ്ങൾക്ക് നിങ്ങളിലുള്ള ആ ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ മാറുന്നു. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബോഡിയിലും നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിലും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആകുന്നു. പിന്നെ നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആകുന്നു. അത് ഞാൻ കാണുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു എനർജി ഡിപ്പെൻഡൻറ്റ് ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് മാറി നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആകുന്നതായിട്ട് കാണുന്നു. അതുപോലെ നിങ്ങൾ വളരെ ഏതൊരു കാര്യത്തിനെയും വളരെ ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ നേരിടുന്ന രീതിയിൽ നിങ്ങൾ മാറി മറിയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് തോന്നും ഇവർ നിങ്ങളോട് ചെയ്യുന്നതിനോടൊന്നും നിങ്ങൾക്ക് അത്രയും ഇഷ്ടം തോന്നില്ല. ഓക്കെ, തുടക്കത്തിൽ നിങ്ങൾക്ക് ഇവരെന്തെന്നോട് ഇങ്ങനെ ചെയ്യണേ, ഇവരെന്നോട് ഇങ്ങനെയൊക്കെ പറയണേ എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും. കാരണം നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്നാണ് അവർ പുറത്ത് കടത്താൻ നിങ്ങളെ ശ്രമിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആ പുറത്ത് കടക്കുന്നത് വഴി നിങ്ങളിൽ പിന്നെ ഈ നല്ല നല്ല മാറ്റങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുകയാണ് അവരിലൂടെ നിങ്ങൾക്ക് നല്ലതാണ് ഉണ്ടായിട്ടുള്ളത്. അവരുടെ ആ സമീപനത്തിലൂടെ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ശരിയായ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്നതിനെക്കുറിച്ചൊരു ബോധ്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവരായിട്ടുള്ള ഒരു കണക്ഷൻ അവിടെ പിന്നെ വളരെ സ്ട്രോങ് ആവുകയാണ് ചെയ്യുക. തുടക്കത്തിൽ കുറച്ചൊരു നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. കാരണം അവരുടെ ഒരു സമീപനം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അവർക്ക് നിങ്ങളോട് ഇഷ്ടമില്ല, അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയുക ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയാണ്, അങ്ങനത്തെ ഒക്കെ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകും. പക്ഷെ പിന്നീടാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങളുടെ നല്ലതിനാണ്, നിങ്ങളെ ഒരു ആസ് എ പേഴ്സണിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ് ഉണ്ടാകുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ഇൻലോസിൽ നിങ്ങളുടെ ഇൻലോസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾ ഫാമിലി മെമ്പേഴ്സ് ആണെന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പെർഫെക്റ്റ് പാർട്ട്ണർഷിപ്പ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നു. വളരെ ഒരു ബ്യൂട്ടിഫുൾ, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കണക്ഷനായിട്ട് മാറുകയാണ്. നിങ്ങളുടെ ഇടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് വരുന്നു. ആ ഒരു ബോണ്ടിങ് അവിടെ വളരെ വളരെ സ്ട്രോങ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവര് നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നിങ്ങളെന്ന വ്യക്തിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവുന്നതിനൊക്കെ ഇവര് സഹായിക്കുന്നുണ്ട്. ഇവരുടെ നിങ്ങളോടുള്ള സമീപനം അതിന് സഹായിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഭയങ്ങളുണ്ട്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നത് മെയിനായിട്ടും നിങ്ങളുടെ ഫ്യൂച്ചർ ഇൻലോസ് അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെയും അവർ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലൂടെയാണ് മാറുന്നത്. ഓക്കെ, ശരിക്കും ഒരു ഓൾറെഡി ഒരു ഹെൽത്തി കണക്ഷൻ ആണെന്നാണ് കാണുന്നത്. കാരണം ആ വ്യക്തികൾ നിങ്ങളുടെ ഇൻലോസ് എന്ന് പറയുന്നവർ നിങ്ങളുടെ ഉള്ളിലത്തെ നല്ലതിനെയാണ് പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അവർ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനിലേക്കാണ് നിങ്ങൾ മാറുന്നത്. അപ്പോൾ അതൊരു നല്ല കണക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി, ഏറ്റവും ഒരു സ്നേഹം നിറഞ്ഞ, ഒരു സന്തോഷവും സമാധാനം നിറഞ്ഞൊരു കണക്ഷനാക്കി മാറ്റുന്നതിന്, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, ഓക്കെ, നിങ്ങളോട് ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓവർ ഷെയറിംഗ് ഒന്നും വേണ്ട. ഓക്കെ, അതായത് തുടക്കത്തിലേ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു അടുപ്പം വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് എല്ലാം തുറന്നു പറയണം, അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ള ആളുകളാണെങ്കിൽ അത് വേണ്ടെന്ന് പറയുന്നു. ഒരു സേഫ് ഡിസ്റ്റൻസ് എന്തായാലും കീപ്പ് ചെയ്യുക, റെസ്പെക്ട്ഫുൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. എന്നാൽ നിങ്ങൾ അവരെക്കുറിച്ചും ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം. ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ കയറാനും നിങ്ങളുടെ ഇടയിൽ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പ്രിക്കോഷൻസ് എടുക്കണം. ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിലത്തെ കമ്മ്യൂണിക്കേഷൻ വളരെ ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. ഓക്കെ, നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് തന്നെ അവരെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു, നിങ്ങൾ അതിനെ മനസ്സിലാക്കിയത് അങ്ങനെയായിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്നത് ഉദ്ദേശിച്ച് അങ്ങനെ പിന്നീട് എന്ന് പറയാൻ ഇടവരുത്താത്ത രീതിയിലായിരിക്കണം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, വളരെ സൗമ്യമായിട്ട് വളരെ റെസ്പെക്ട്ഫുള്ളി വേണം സംസാരിക്കുന്നതിനായിട്ട്. ആ ഒരു എന്താ പറയുക, ഒരു ഹെൽത്തി കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നു, നിങ്ങൾ ശരിക്കും ആത്മാർത്ഥമായിട്ട് അവരെ കെയർ ചെയ്യണം. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെയധികം പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം. പലരും ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ അത്രയും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അസൂയ കൊണ്ടൊക്കെ ആയിരിക്കാം ചിലരത് ഒന്ന് അതിലൊരു പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ള ഇൻറ്റൻഷനിലൂടെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാനോ പറയാനോ സാധ്യതയുണ്ട്, ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം എന്ന് പറയുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം, ഹെൽത്തി ബൗണ്ടറി ഉണ്ടായിരിക്കണം. എത്ര അടുപ്പം എത്ര സ്നേഹം എന്ന് പറഞ്ഞാലും ഹെൽത്തി ബൗണ്ടറി എല്ലാ റിലേഷൻഷിപ്പിലും വേണം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്നവരുണ്ടെങ്കിൽ അവരെ അകറ്റി നിർത്തുക. നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ആ ഒരു കണക്ഷനിലേക്ക് അവരെ കൊണ്ടുവരാതിരിക്കുക. ഓക്കെ, അവരെ അകറ്റി നിർത്തുക. അതുപോലെ തന്നെ ഈ പറയുന്ന നിങ്ങളായിട്ടുള്ള നിങ്ങളുടെ ഇൻലോസുമായിട്ട് ഒരു എന്താ പറയുക, വളരെ റെസ്പെക്ട്ഫുൾ കണക്ഷൻ വെക്കുക. കാര്യങ്ങളൊക്കെ തുറന്ന് പറയുക. എന്താണോ പറയാനുള്ളത് അത് അങ്ങനെ തന്നെ പറയുക, വളരെ റെസ്പെക്ട്ഫുള്ളി. പക്ഷെ ക്ലിയർ ആയിരിക്കണം. അവിടെ ഒരു എന്താ പറയുക, ഒരു ഗസ്സിങ്ങിനോ അല്ലെങ്കിൽ അവരെന്നെയായിട്ട് അനുമാനിച്ചെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അങ്ങനെ ഓപ്പൺ ട്രാൻസ്പാരൻറ്റ് കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം, വളരെ ഓണസ്റ്റ് ആയിരിക്കാം. ഓക്കെ, ഒരു കാരണവശാലും അനാവശ്യമായിട്ട് കാര്യങ്ങൾ മറച്ചു വെക്കാതിരിക്കുക, സത്യങ്ങൾ മറച്ചു വെക്കാതിരിക്കുക. പറയേണ്ട കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അപ്പോൾ അത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നും അത് ഷെയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആരെങ്കിലും അത് പറയണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഉള്ളിൽ ആ സ്ട്രോങ് ഗട്ട് ഫീലിംഗ് പറയണം, അത് പറയണം, അത് പറഞ്ഞു വെക്കണം, അതാണ് നല്ലത് തോന്നി നിങ്ങൾ അത് അങ്ങനെ തന്നെ പ്രവർത്തിക്കണം. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതായത് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് കാര്യം അവരുടെ ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ, ഓക്കെ, അത് തിരിച്ചുമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ അവരെത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ളൊരു നല്ല കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങളും തിരിച്ച് അതേ തരത്തിൽ എഫേർട്ട് എടുക്കണം. അത് ചുമ്മാ അതങ്ങനെ അതിൽ ആസ്വദിച്ച് മുന്നോട്ട് പോകരുത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഇല്ല എന്ന് കാണുമ്പോൾ പോകെ ഈ ബന്ധം വഷളായി പോകാൻ സാധ്യതയുണ്ട്, അതിൽ ഒരു അകൽച്ച വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടായിരിക്കണം. പരസ്പരം ബഹുമാനിക്കാൻ ഉറപ്പുവരുത്തുക, പരസ്പരം ഒരു എന്താ പറയുക സ്വസ്ഥമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരിക്കലും ഈ പറഞ്ഞ പോലെ അനാവശ്യമായ ടെൻഷൻസും കാര്യങ്ങളൊന്നും വേണ്ട. എപ്പോഴും ഒരു റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും, മനസ്സിലായല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ അവരെടുക്കുന്ന എഫേർട്ട് നിങ്ങളും എടുക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അതുപോലെ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ അത്രയും എഫേർട്ട് തിരിച്ചില്ലെങ്കിൽ അവർ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങളും ചെയ്യുക, അത്ര മതി. മനസ്സിലായില്ലേ? പരസ്പരം ചൂഷണം ചെയ്യാതിരിക്കുക.
പിന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എങ്ങനെ വേണം ഈ റിലേഷൻഷിപ്പ് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നോ ആ കണക്ഷൻ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാം. നിങ്ങൾ എപ്പോഴും വിഷ്വലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനത്തെ റിലേഷൻഷിപ്പ് ആണ് നിങ്ങളുടെ ഇൻലോസ് ആയിട്ട് വേണ്ടത്, അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക, അത് വിഷ്വലൈസ് ചെയ്യാം. ഓക്കെ, കഴിവതും ഒരു ഫ്രണ്ട്ലി എനർജി കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അവരുമായിട്ട് ഒരു സൗഹൃദം, നല്ലൊരു സൗഹൃദം കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. റെസ്പെക്ട് കൊടുക്കുക. ഇപ്പോൾ എൽഡേഴ്സ് ആകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് റെസ്പെക്ട് കൊടുക്കുമല്ലോ. പക്ഷെ അതേസമയം അവിടെ ഒരു ഫ്രണ്ട്ലി എനർജി ആകാം, നല്ലൊരു സൗഹൃദം അവിടെ ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെ ആകാനായിട്ട് ശ്രമിക്കുക. പിന്നെ ആ ഒരു കുടുംബത്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. നിങ്ങളുടെ സ്വന്തം കുടുംബത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ നിങ്ങളും ഈ കുടുംബത്തിന് കൊടുക്കണം. കാരണം നിങ്ങളുടെ ഫാമിലി തന്നെയാണ്, അല്ലെ, എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ്, നിങ്ങളുടെ ഫാമിലി തന്നെയാണ് അത്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, അതേ പ്രാധാന്യം കൊടുക്കുക. അവിടെ നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങളൊരു അസ്വസ്ഥതയും പ്രശ്നങ്ങളും ഉണ്ടാക്കരുത്. അനാവശ്യമായിട്ട് ഞാൻ എടുത്തു പറയുന്നു. ഓക്കെ, വെറുതെ നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ വളരെ നല്ലൊരു റിലേഷൻഷിപ്പായിട്ട് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോകട്ടെ. അതിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നിങ്ങൾ എഫേർട്ട് എടുക്കുക. വെറുതെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ കുറച്ച് പേർക്ക് ഉള്ള ഒരു രീതിയാണ് സ്നേഹം കൂടുതലുകൊണ്ടാണ് കേട്ടോ എങ്കിൽ. പക്ഷെ ഒരു പൊസസീവ്നെസ് ഒക്കെ വരിക. ഓക്കെ, പാർട്ട്ണറുടെ കാര്യത്തിൽ പൊസസീവ്നെസ് വന്നിട്ട് പാർട്ട്ണർ എന്നോടായിരിക്കണം കൂടുതൽ അടുപ്പം, എൻ്റെ അടുത്തായിരിക്കണം കൂടുതൽ സ്നേഹം, അങ്ങനെ ഒരു ഇത് വന്ന് ബാക്കിയുള്ളവരുടെ അടുക്കണമാണ് അത് ഇഷ്ടപ്പെടാതിരിക്കാം. അത് പിന്നെ ഒരു പ്രശ്നത്തിലേക്ക് പോകും. അങ്ങനെ വരുത്താതെ നോക്കുക. ഓക്കെ, ആ മൊത്തം ഫാമിലി ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഓൾറെഡി സ്ട്രോങ് ആയിരിക്കും. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞു, പരസ്പരം ചൂഷണം ചെയ്യാൻ കൊടുക്കരുത്. ഇപ്പോൾ ആരെങ്കിലും നിങ്ങൾ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ അകറ്റി നിർത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയും നിങ്ങൾ അകറ്റി നിർത്തുക. അത് നിങ്ങൾക്ക് സാധിക്കണം. ഒരു ബൗണ്ടറി ഇടാൻ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, നിങ്ങൾ അത്രയും അപ്രോച്ചബിൾ ആവാതിരിക്കുക. അങ്ങനത്തെ വ്യക്തികളോട് നിങ്ങളോട്ട് അവൈലബിൾ ആകാതിരിക്കുക, അപ്രോച്ചബിൾ ആകാതിരിക്കുക. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നത് പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ചെയ്യുക. ഈ ഒരു റിലേഷൻഷിപ്പിൽ കഴിഞ്ഞു പോയത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടെത്തി അത് കഴിഞ്ഞു. പിന്നെ ഫ്യൂച്ചറിൽ ഒരിക്കലും ആ ഒരു കാര്യത്തിനെ കൊണ്ട് വന്ന് അതിനെക്കുറിച്ച് സംസാരിച്ച് മെൻഷൻ ചെയ്ത് അതങ്ങനെ എന്താ പറയുക, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ കൊണ്ടുവന്ന് വലിച്ചഴിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞു പോയത് കഴിഞ്ഞതാണ്. നിങ്ങൾ പ്രസന്റ് മൊമെന്റിൽ തന്നെ ആയിരിക്കുക. ഓക്കെ, ആ പ്രസന്റ് മൊമെന്റിൽ ഈ റിലേഷൻഷിപ്പ് മാക്സിമം എൻജോയ് ചെയ്യുക. ഇതവിടെ ആ വരുന്നത് പോലെ റിലേഷൻഷിപ്പ് എങ്ങനെയാണോ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുക. യൂണിവേഴ്സിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം. അതായത് നിങ്ങൾ ഈ എടുക്കുന്ന എഫേർട്ടിന് റിസൾട്ട് ഉണ്ടാകും. എന്തായാലും അത് ഇതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മുന്നോട്ട് പോവുക. അതിനൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് അവിടെ വേണം. ഇതുപോലെ തന്നെ എന്നും സന്തോഷം നിറഞ്ഞ റിലേഷൻഷിപ്പ് ആയിട്ടാണ് മുന്നോട്ട് പോവുക എന്നുള്ളത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു പോസിറ്റീവ് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ തമ്മിലിത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നിങ്ങളുടെ നിങ്ങളുടെ ഇൻലോസ്. ഓക്കെ, നിങ്ങളോട് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓക്കെ, ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ് അവരുടെ ഫ്യൂച്ചർ ഇൻലോസ് അവരോട് എങ്ങനെയാണ് ആയിരിക്കുക, അവരുടെ പെരുമാറ്റം സമീപനം എങ്ങനെയായിരിക്കും? ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിനോട് അവരുടെ ഫ്യൂച്ചർ ഇൻലോസിൻ്റെ സമീപനം എങ്ങനെയായിരിക്കും?
ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അവർക്ക് നിങ്ങളോട് വളരെ വിശ്വാസമായിരിക്കും. ഓക്കെ, പരസ്പരം ഒരു വിശ്വാസം ഞാൻ നിങ്ങൾ രണ്ടുപേരുടെ ഇടയിലും കാണുന്നുണ്ട്. അത് തുടക്കത്തിലേ തന്നെ ഉണ്ടാവും ഒരു വിശ്വാസം അങ്ങോട്ടും ഇങ്ങോട്ടും. അതെങ്ങനെയാണ് അപ്പോൾ ഒരു സംശയത്തോടെ എല്ലാത്തിനെയും എന്ത് പറയുമ്പോഴും അതൊരു സംശയത്തോടെ അല്ലെങ്കിൽ എന്നെ വില കൊടുക്കാതിരിക്കുക അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല അവർക്ക്. നിങ്ങൾ വളരെയധികം അവർ വിശ്വസിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളോട് അത് അവർക്ക് വളരെ വിശ്വാസമായിരിക്കും. തിരിച്ചും നിങ്ങളുടെ ഭാഗത്തും അങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, ആ ഒരു പരസ്പര ധാരണ, പരസ്പര ഒരു വിശ്വാസം ആദ്യമേ കാണുന്നുണ്ട്. പിന്നെ വളരെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ഷൻ. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ, വ്യക്തമായ ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ, ആ ഒരു ബോണ്ടിങ് വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, ആ ഒരു നിങ്ങൾക്ക് പരസ്പരം കുറേ കാര്യം പറയാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, അല്ല എങ്ങനെയാണ് നിങ്ങൾ ആക്ട് ചെയ്യേണ്ടത് എന്ന് അവർക്കും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതനുസരിച്ചിട്ടാണ് നിങ്ങൾ പെരുമാറുക. അതുപോലെ നിങ്ങൾക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, അവർ അതനുസരിച്ചിട്ടാണ് പെരുമാറുക. അങ്ങനെ, അതായത് എല്ലാം വാക്കുകൾ കൊണ്ട് പറയേണ്ട ഒരു ആവശ്യമില്ല നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ. ഓക്കെ, വളരെയധികം ഒരു സ്നേഹം, കരുതൽ, പ്രത്യേകിച്ച് ഇപ്പോൾ മദർ ഇൻ ലോ എന്ന് പറയുന്ന ആ ഒരു ഫിഗർ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതേ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികളായിട്ട് അവർ ശരിക്കും ഒരു അമ്മയുടെ സ്നേഹം, കരുതൽ അതൊക്കെ നിങ്ങളോട് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ശരിക്കും ആ ഒരു മദർലി കെയറും കമ്പാഷനും ഒക്കെ അവരിൽ നിന്ന് കിട്ടുന്നതാണ്. അത് പക്ഷേ ജെനുവിനാണ്. അങ്ങനെ എല്ലാവർക്കും നിങ്ങളോടൊരു പ്രത്യേക സ്നേഹം, അവരെല്ലാവരും നിങ്ങളിലേക്ക് ഇങ്ങനെ അടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നിങ്ങളുടെ ആ ട്രൂ ഫെമിനിൻ എനർജീനെ അതങ്ങനെ തന്നെ അംഗീകരിക്കുകയും അവരെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. തിരിച്ചും അങ്ങനെ തന്നെയാണ്. നിങ്ങളും ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് അവിടെയുണ്ട്. ആ പരസ്പര സ്നേഹവും ആ ഒരു വിശ്വാസമൊക്കെ ആദ്യമേ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, നിങ്ങൾ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കൂടെ നിൽക്കും അത് സോൾവ് ചെയ്യുന്നതിനായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ, എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ അവർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അവരും കൂടെ ഇരിക്കും. ഇപ്പോൾ നിങ്ങൾ ആ സഹായം, ഇപ്പോൾ എനിക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് അവർ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളും. ഓക്കെ, ആ ഒരു അവൈലബിൾ ആകേണ്ടതാണ് ഡെഫിനറ്റ്ലി. ഓക്കെ, അവർക്ക് എന്തെങ്കിലും ഇതുപോലെ ആവശ്യം വരുമ്പോൾ അവർ നിങ്ങളെ ഡെഫിനറ്റ്ലി അപ്രോച്ച് ചെയ്യും. നിങ്ങളും കൂടെ നിൽക്കുക, പ്രൊട്ടക്റ്റീവ് ആയിരിക്കുക. അവരും വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ചിട്ട്. അതുപോലെ തിരിച്ചും അതുപോലെ പ്രൊട്ടക്റ്റീവ് ആകുക. ആ ഒരു എന്താ പറയുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യും ഡെഫിനറ്റ്ലി. ഓക്കെ, ഏതൊരു കാര്യം വരുമ്പോഴും നിങ്ങൾക്കും ഒരു ഇമ്പോർട്ടൻസ്, തുല്യമായ ഒരു പ്രാധാന്യം കൊടുക്കും. വന്നു കയറിയ ആൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. കുടുംബത്തിലെ ഒരാൾ, അങ്ങനെയാണ് അവരെപ്പോഴും കാണുക. ഓക്കെ, തിരിച്ചും നിങ്ങളുടെ ഭാഗത്തുനിന്നും അങ്ങനെയാണ് ഉണ്ടാകുക, അല്ലെങ്കിൽ അങ്ങനെയാണ് ഉണ്ടാകേണ്ടത്. മനസ്സിലായില്ലേ? ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കില്ല ചെയ്യണേ. നിങ്ങളുടെ ഭാഗത്ത് ഇത് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആണ്. ആക്ച്വലി നിങ്ങളും ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. അവരെയും എന്താ പറയുക, എക്സ്റ്റെൻഡഡ് ഫാമിലി, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ വീട്ടുകാർ എന്ന് പറഞ്ഞ് നിർത്തുന്നതിന് പകരം എൻ്റെ വീട്ടുകാർ. മനസ്സിലായില്ലേ? ആ ഒരു ലെവലാണ് അവർ തിരിച്ചങ്ങനെ നിങ്ങളെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളും അങ്ങനെ കാണുന്നതായിട്ട് കാണുന്നു. വളരെ ഒരു ഫ്രഷ് എനർജിയാണ്. അതായത് ഈ ഒരു ടൈപ്പ് ഓഫ് ഇവർ കാണിക്കുന്ന ഒരു വിശ്വാസം, അല്ലെങ്കിൽ ഇവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി, അവർ നിങ്ങളോട് കാണിക്കുന്ന ഒരു സ്നേഹവും ആ ഒരു കരുതൽ, ആ ഒരു പ്രൊട്ടക്റ്റീവ്നെസ്, ഇത് ചിലപ്പോൾ നിങ്ങൾ ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു ബന്ധത്തിലും ചിലപ്പോൾ ഇത്രയും ഇൻറ്റൻസീവായിട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്കത് വളരെ ഒരു പുതിയ അനുഭവമായിരിക്കും. നിങ്ങൾക്കത് വളരെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നു. നിങ്ങളത് ഡെഫിനറ്റ്ലി നിങ്ങളത് വളരെ ഹാപ്പി ആയിരിക്കും. നിങ്ങൾക്ക് ആ ഒരു സംതൃപ്തി, സന്തോഷം വളരെയധികം ഉണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് ഓക്കെ, അപ്പോൾ ആളുകൾക്ക് വേണമെങ്കിൽ ഇത്രയും സ്നേഹിക്കാം, ഇങ്ങനെയും ആ ഒരു കരുതലൊക്കെ കാണിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് ഊട്ടിയുറപ്പിക്കുന്നതാണ് നിങ്ങളുടെ ഇൻലോസുമായിട്ടുള്ള കണക്ഷൻ. ഓക്കെ, ഇൻലോസും നിങ്ങളും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. വളരെയധികം ക്ഷമ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നല്ല നല്ല മാറ്റങ്ങൾ നിങ്ങളിലൂടെ നിങ്ങളുടെ ഇൻലോസിലും ഉണ്ടാകും. നല്ല നല്ല മാറ്റങ്ങൾ. ഓക്കെ, പോസിറ്റീവ്ലിയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ പരസ്പരം വളരെ ഒരു ക്ഷമയുള്ള ആളുകളായിരിക്കും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ക്ഷമ കാണിക്കും ഏതൊരു അവസ്ഥയിലും. ഒരിക്കലും വെറുതെ എന്താ പറയുക, ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും നിങ്ങൾ ആ സ്ട്രെസ് ഒന്നും ഒരിക്കലും അവരോട് കാണിക്കില്ല. തിരിച്ചും അവരെങ്ങനെയാണ്, അവർ എത്ര സ്ട്രെസ്ഡ് ആണെങ്കിലും നിങ്ങളോടത് കാണിക്കില്ല. ഓക്കെ, അങ്ങനെ. പിന്നെ ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് രണ്ട് ഭാഗത്തുനിന്നും ഒരുപോലെ ഡെഡിക്കേഷനും ഒരുപോലെ ഹാർഡ് വർക്ക് ഉണ്ട്. ഈ റിലേഷൻഷിപ്പ് എന്താ പറയുക, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനായിട്ട് അത് രണ്ട് ഭാഗത്തുനിന്നും കാണുന്നുണ്ട്. അവർ വളരെ ഡെഡിക്കേറ്റഡ് ആയിരിക്കും. നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കും. അവരും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. അങ്ങനത്തെ ഒരു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കണക്ഷൻ തന്നെയാണ് ഓൾറെഡി നമുക്ക് കാണുന്നത് കേട്ടോ. ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ
ഈ റിലേഷൻഷിപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, വളരെ ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും സമാധാനവും ആ സന്തോഷവും എല്ലാം നിങ്ങളുടെ ഫ്യൂച്ചർ ഇൻ ലോസിൻ്റെ ഇടയിലും കാലാകാലത്തേക്ക് നിലനിൽക്കുന്നതിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. നിങ്ങളോട് പറയുന്നത് ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയറൊക്കെ ഒഴിവാക്കുക. പ്രത്യേകിച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അനാവശ്യമായിട്ടുള്ള വാശി, അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അങ്ങനത്തെ ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ വളരെ മെച്ചൂർലി വേണം. ഓരോ സിറ്റുവേഷനും അതിന് വേണ്ടുന്ന സീരിയസ്നെസ്സോടെ വേണം ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ, തമാശ പറയേണ്ട സമയത്ത് തമാശ പറയാം, പക്ഷേ സീരിയസ് ആകേണ്ടടുത്ത് സീരിയസ് ആകുകയും വേണം. മനസ്സിലായോ? പിന്നെ ഒരു എന്താ പറയുക, ആ ഒരു ബന്ധത്തിൽ എപ്പോഴും ഒരു കണക്ഷൻ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം. നിങ്ങൾ കാണിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ്, നിങ്ങൾ കാണിക്കുന്ന സ്നേഹം അത് കൺസിസ്റ്റന്റ് ആയിരിക്കണം. അത് വെറുതെ ആദ്യത്തെ കുറച്ച് നാള് ഭയങ്കര സ്നേഹം പിന്നെ ഇല്ലാണ്ടാവില്ല, അങ്ങനെ പാടില്ല. ഓക്കെ, ഓരോ സമയത്തും നിങ്ങൾക്ക് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയും ഇങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യം അവരോട് പറയണം. ആ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യാം. ഓക്കെ, അവിടെ നിങ്ങളുടെ ലോജിക്ക് കൊണ്ടുവന്ന് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല, അല്ലെങ്കിൽ അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെയൊക്കെ നിങ്ങളുടെ സ്വയം തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് വിഷമാവും. നിങ്ങൾക്കതൊരു കുറ്റബോധം, അയ്യോ ചെയ്യായിരുന്നു, പറയായിരുന്നു, അപ്പോൾ ഈ പ്രശ്നം ഒഴിവാക്കായിരുന്നു, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പോയി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് തരുന്ന ചില ഗൈഡൻസസ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട്. അതനുസരിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ. പിന്നെ നിങ്ങളോട് ഈ പറയുന്ന പോലെ എന്താ പറയുക, വളരെ ധൈര്യത്തോടെ, വളരെ ആത്മവിശ്വാസത്തോടെ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുക. നിങ്ങൾ എഫേർട്ട് എടുക്കേണ്ട സമയത്ത് നിങ്ങൾ എഫേർട്ട് എടുക്കുക, നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ട സമയത്ത് നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കാം. അവരുടെ കാര്യത്തിൽ നിങ്ങൾ പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം. നിങ്ങൾക്ക് അവരോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും ആ ഒരു പ്രൊട്ടക്റ്റീവ്നെസ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണം. നിങ്ങൾ മനസ്സിൽ എനിക്ക് അപ്പടി സ്നേഹമാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഒന്നും കാണിക്കാതിരുന്നുണ്ടെങ്കിൽ അത് കാര്യമില്ല. ഓക്കെ, പക്ഷെ ആവശ്യ സമയത്ത് അവർക്ക് വേണ്ടുന്ന സമയത്ത് അവരെ കൂടെ നിൽക്കുക, അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക, അവർ വേണ്ടുന്ന ആ സഹായങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെയാണ് നിങ്ങൾക്ക് അവരോടുള്ള സ്നേഹവും കരുതലൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യണം. വളരെ ആത്മവിശ്വാസത്തോടെ യൂസ് ചെയ്യാൻ പറയുന്നു. ഇതൊരു എന്താ പറയുക, നിങ്ങൾ ഏതൊരു എഫേർട്ട് എടുക്കുമ്പോഴും, നിങ്ങൾ എന്തൊരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോഴും അത് എപ്പോഴത്തേക്കും വേണം. ഓക്കെ, അപ്പോൾ ഇന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാം. വെറുതെ തുടക്കത്തിന്റെ ഒരു ആരംഭശൂരത എന്നൊക്കെ പറയില്ലേ, അതുപോലെ പാടില്ല. ആ സമയത്ത് കുറെ അങ്ങോട്ട് ചെയ്യുന്നു പിന്നെ ഒന്നും ഇല്ലാതിരിക്കുക, അങ്ങനെ പാടില്ല. അത് പിന്നെ ഒരു വിഷമത്തിനിടയാക്കുകയാണ് ചെയ്യാം. നിങ്ങൾക്ക് കാലാകാലം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാം. ഓക്കെ, നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായി കഴിഞ്ഞാൽ, എന്നാലും എനിക്ക് അതിനെ പറ്റിയല്ലോ, അങ്ങനെയാണല്ലോ, ഇങ്ങനെയാണല്ലോ, ആ ഒരു ചിന്ത അതിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക, വിക്ടിമൈസ് ചെയ്യുക. അത് ആ ടെൻഡൻസി വേണ്ട. എല്ലാത്തിലും നിങ്ങളെ തന്നെ വിക്ടിമായിട്ട് കാണുക വേണ്ട. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കണം, നിങ്ങളത് തിരുത്തണം. ഓക്കെ, ഇനി പറഞ്ഞ പോലെ നിങ്ങളോടാണ് തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ അവിടെ പോയി നിങ്ങൾ ക്ഷമ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ ഒരു അർഹിക്കുന്ന അപ്പോളജി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക വേണം. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കുറേ അൺഹീൽഡ് ആയിട്ടുള്ള വൂൺസ് അല്ലെങ്കിൽ ട്രോമാസ് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ മാറുന്നതായിട്ട് കാണുന്നു. ഒരു ഹീലിംഗ് എനർജി കിട്ടുന്നുണ്ട്, നിങ്ങൾ അത് ഓവർകം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ കുറേ അൺഹീൽഡ് ആയിട്ടുള്ള വൂൺസ്, ട്രോമാസ് കഴിഞ്ഞു പോയ കാലത്തെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കാം, കാര്യങ്ങൾ കൊണ്ട് സംഭവിച്ചിട്ടുള്ളതായിരിക്കാം. പക്ഷെ അതൊക്കെ നിങ്ങൾ അതിൽ നിന്നെല്ലാം നിങ്ങൾ ഈ ഒരു ഇൻലോസുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടായതിന് ശേഷം നിങ്ങൾ അതിൽ നിന്ന് ഓവർകം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അത് സംഭവിക്കുമ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓക്കെ, സംഭവിക്കുമ്പോൾ അത് അനുവദിക്കുക, നടക്കട്ടെ. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളായി തന്നെ നിൽക്കുക. പക്ഷെ നിങ്ങളായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആത്മവിശ്വാസം വേണം. നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും പെർഫെക്റ്റായി ചെയ്യുന്നുണ്ട് എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് വേണം. പിന്നെ ഏറ്റവും ഇതായിട്ട് പറയുന്നത് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള കണക്ഷൻ. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഒരു എന്താ പറയുക റിപ്പിൾ എഫക്റ്റ് പോലെ അത് ബാക്കി നിങ്ങളുടെ ഇൻലോസുമായിട്ടുള്ള കണക്ഷനിൽ നാച്ചുറലി ആ ഒരു സ്നേഹവും ആ ഒരു എന്താ പറയുക ഹെൽത്തിയുമായിട്ടുള്ള കണക്ഷനിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി മാറും. ഓക്കെ, അപ്പോൾ നിങ്ങളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഒരു പെർഫെക്റ്റ് പാർട്ട്ണർഷിപ്പ്, ഒരു പെർഫെക്റ്റ് കണക്ഷനാണ്. അത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളും നിങ്ങളുടെ ഇൻലോസുമായിട്ടുള്ള റിലേഷൻഷിപ്പും വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള
ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 3. നിങ്ങൾ തമ്മിലേത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു ഡെക്കാണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം, നിങ്ങളും നിങ്ങളുടെ ഇൻലോസ്, ഫ്യൂച്ചർ ഇൻലോസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവും അവരുടെ ഫ്യൂച്ചർ ഇൻലോസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? The Eight of Swords. Clarify the Ten of Cups. Clarify the Two of Wands. Clarify. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു എനർജിയാണ് കാണുന്നത്. ആദ്യത്തെ ഒരു സമയത്ത് നിങ്ങൾക്ക്, അതായത് ഈ റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് അങ്ങോട്ടും നിങ്ങളുടെ ഇൻലോസിൻ്റെ അടുത്ത് ഇൻലോസിന് ഇങ്ങോട്ടും എങ്ങനെ പെരുമാറിയാലാണ് ഇഷ്ടപ്പെടുക, ഇങ്ങനെ പറഞ്ഞ് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ഇഷ്ടാവില്ലയോ, അങ്ങനത്തെ ചിന്തകൾ വളരെ സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, കുറച്ചൊരു ഒരു സ്ട്രെസ്ഫുൾ ആയിരിക്കും സ്റ്റാർട്ടിങ്ങിൽ. അത് ചിന്തകളാണ്. അതായത് ഞാനിങ്ങനെ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് നിങ്ങൾക്ക് തോന്നല്, അവർക്കും ഞങ്ങളിങ്ങനെ പെരുമാറിയില്ലെങ്കിൽ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അത് പ്രശ്നമായാലോ വിഷമമായാലോ, അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ ചിന്തകളുണ്ടാവും. കാരണം പരസ്പരം അത്ര അറിയാത്തതുകൊണ്ട്. ഓക്കെ, പിന്നീടാണ് അവിടെ ഒരു കുറച്ച് സമയം എടുക്കുന്നുണ്ട്. സമയമെടുത്ത് അതൊരു ബ്യൂട്ടിഫുൾ കണക്ഷനായിട്ട് മാറുന്നുണ്ട്. കാരണം നമുക്ക് 10 of Cups കിട്ടിയിരിക്കണേ. വളരെ സ്നേഹം ഉള്ള ഒരു കണക്ഷനായിട്ട് അത് മാറുകയാണ്. ഓക്കെ, ഒരൊറ്റ ഫാമിലി എന്ന രീതിയിലേക്ക് മാറുകയാണ്. അവിടെ ഒരു ഇൻലോസ് അല്ലെങ്കിൽ വന്ന് കയറിയ ആളാണ്. ഇപ്പം നിങ്ങളെ എന്താ പറയുക, അവരുടെ മകളുടെ പാർട്ട്ണറാണ്, അങ്ങനത്തെ ഒന്നുമല്ല, മകൾ അല്ലെങ്കിൽ മകൻ എന്ന രീതിയിലായി മാറുകയാണ്. അത്തരത്തിലാണ് റിലേഷൻഷിപ്പ് മാറുക. പക്ഷെ അതിന് സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആദ്യം ഈ ഒരു സ്ട്രെസ്സാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കലാണ് കൂടുതൽ നടക്കുന്നത്. അങ്ങനെ സംഭവിച്ചാലും ഇങ്ങനെ സംഭവിച്ചാലും എന്നൊരു നെഗറ്റീവ് തോട്ട്സ് ഉള്ളതുകൊണ്ടാണ് ആദ്യം ഒരു അകൽച്ച ഉണ്ടായിരിക്കും. അതായത് കുറച്ച് ഫോമലായിരിക്കും നിങ്ങളുടെ ഇടയിലത്തെ റിലേഷൻഷിപ്പ്. പക്ഷേ സമയമെടുത്ത് ഗ്രാജുവലി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുകയാണ്, പരസ്പരം മനസ്സിലാക്കുന്നു എങ്ങനെയാണ് എന്താണ്, അങ്ങനെ അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് മാറുക. ഓക്കെ, ആ ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റിലെ ആ ഫോമൽ റിലേഷൻഷിപ്പ്, ആ ഫോമൽ ആയിട്ടുള്ള കണക്ഷനിൽ നിന്ന് കാര്യമായൊരു പ്രോഗ്രസ് പിന്നീട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ആ റിലേഷൻഷിപ്പ് കുറച്ചങ്ങോട്ട് നിങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് ആ ബന്ധം വളരെ നല്ല രീതിയിലേക്ക് മാറുന്നത്. അവിടെ ക്ലാരിറ്റി കിട്ടുക. എന്തുകൊണ്ടാണ് അതങ്ങനെ മാറുന്നത് ചോദിച്ചാൽ ക്ലാരിറ്റി കിട്ടുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാവാണ് നിങ്ങളുടെ ഇൻലോസ് എങ്ങനെയാണ്, അവരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ അവരെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നു, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളും കാര്യങ്ങളും അവർ മനസ്സിലാക്കുന്നു. മനസ്സിലായില്ലേ? പരസ്പരം ആ ക്ലാരിറ്റി കിട്ടുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അവിടെ പെരുമാറാൻ കുഴപ്പമില്ലല്ലോ. അപ്പോൾ എങ്ങനെ പെരുമാറണം, എന്ത് പറയണം, എങ്ങനെ ചെയ്യണം, ഇതൊക്കെ പരസ്പരം ഒരു വ്യക്തത വന്നു. അപ്പോൾ പിന്നെ അവിടെ ആ റിലേഷൻഷിപ്പ് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നത് കാണുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ കുറച്ച് ടെൻഷനും കുറച്ചൊരു ഡിസ്റ്റൻസ്, ഇമോഷണൽ ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ടാകും. അതിൽ നിന്നൊക്കെ പിന്നീട് മാറുന്നതും അത് വളരെ നല്ലൊരു റിലേഷൻഷിപ്പായിട്ട് അതിനൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതായിട്ട് കാണുന്നു. അങ്ങനെയാണ് നിങ്ങളുടെ തുടക്കം, നിങ്ങളും നിങ്ങളുടെ ഫ്യൂച്ചർ ഇൻലോസും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, തുടക്കത്തിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കും, നിങ്ങൾക്കും ഉണ്ടാവും അവർക്കും ഉണ്ടാവും ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ്, ഒരു ഫോർമാലിറ്റി വളരെ കൂടുതലായിരിക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങും മാറുകയാണ്. ഓക്കെ, പരസ്പരം മനസ്സിലാക്കി അത് മാറി നിങ്ങൾ ഒരു ഫാമിലി ആയിട്ട് മാറുന്നു. ഒറ്റ ഫാമിലി, അത്രയും ഒരു ബോണ്ടിങ് നിങ്ങളുടെ ഇടയിൽ വരികയാണ്. ഇനി കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ടെൻഷൻ അടിച്ചതും ഒരുപാട് കാര്യങ്ങൾ അവർ ടെൻഷൻ അടിച്ചു, പിന്നെ നിങ്ങളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പറയും, ഞാൻ ഇങ്ങനെ വിചാരിച്ചു, അങ്ങനെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു നിങ്ങൾ പറയും, അവരും തിരിച്ചതുപോലെ ഞങ്ങൾക്ക് ഇങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയും. അങ്ങനെയൊക്കെ നിങ്ങൾ അത് പറഞ്ഞ് തമാശ പറയുന്നതും ചിരിക്കുന്നതൊക്കെ ആയിട്ടൊരു സീനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതായത് കുറേ ടെൻഷൻസ് ഒക്കെ വെറുതെ ആയിരുന്നു, കുറേ ചിന്തകളൊക്കെ വെറുതെ ആയിരുന്നു, അങ്ങനെയൊന്നേ അല്ല എന്നുള്ളത് ആ ഒരു ക്ലാരിറ്റി പിന്നീടാണ് നിങ്ങൾ ആ പരസ്പരം കൂടുതലെടുക്കും തോറുമാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും തോന്നും, നിങ്ങളുടെ ഇൻലോസിനും തോന്നും വെറുതെ കുറേ ടെൻഷൻ അടിച്ചു എന്ന് തോന്നും. മനസ്സിലായില്ലേ?
അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ കാണുന്നത്. ഇനിയും ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സും അവരുടെ ഫ്യൂച്ചർ ഇൻലോസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എപ്പോഴും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ സ്നേഹം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് എക്കാലത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സ് എന്തൊക്കെ ചെയ്യണം, അവർക്കുള്ള അതേ സംബന്ധിച്ചുള്ള ഗൈഡൻസ് എന്താണ്? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഈ പറഞ്ഞ പോലെ നിങ്ങളും നിങ്ങളുടെ ഫ്യൂച്ചർ ഇൻലോസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ ഓൾറെഡി ഒരു വളരെ നല്ലൊരു റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. കുറച്ച് സമയം എടുത്താലും ഒരു ബ്യൂട്ടിഫുൾ ബോണ്ടിങ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നത് കാണുന്നു. അതുപോലെ ബ്യൂട്ടിഫുള്ളായിട്ട് കൊണ്ടുപോകുന്നതിനും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് കാലാകാലത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിങ്ങളോട് ആദ്യം പറയുന്നത്, ഒരിക്കലും ഒരു എന്തെങ്കിലും ഒരു, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിലൊരു ഡിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട് എന്ന്, അത് കഴിഞ്ഞ് നിങ്ങൾ കൂടുതൽ അടുക്കുമ്പോൾ ആ കഴിഞ്ഞ കാലത്തിനെ വിട്ടുകളയുക. മനസ്സിലായില്ലേ? മുന്നേ അങ്ങനെയായിരുന്നു, അപ്പോൾ ചിലപ്പോൾ ആ അകൽച്ചയിൽ നിൽക്കുമ്പോൾ ചില പെരുമാറ്റങ്ങൾ അവർക്കും അവരുടെ ചില പെരുമാറ്റങ്ങൾ നിങ്ങൾക്കും വിഷമം ഉണ്ടാക്കാം. പക്ഷെ അത് അടുപ്പക്കുറവുകൊണ്ടാണ്, അതായത് പരസ്പരം അധികം അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അത് മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞു പോയതല്ലേ, അതൊക്കെ അത്ര അടുപ്പുണ്ടായിരുന്നില്ലല്ലോ അന്ന് പരസ്പരം മനസ്സിലാക്കണല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് പോവുക. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഓവർ തിങ്കിങ് വേണ്ട. നിങ്ങളായിട്ട് ഓരോന്നും ചിന്തിച്ചു കൂട്ടരുത്. അപ്പോൾ അവരെന്തെങ്കിലും പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ അവരോട് തുറന്നു ചോദിക്കുക, എന്താ ഉദ്ദേശിച്ചത്, എനിക്ക് മനസ്സിലായില്ല, ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത്. അങ്ങനെ ആ കമ്മ്യൂണിക്കേഷൻ മാക്സിമം ട്രാൻസ്പെറൻ്റ് ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ നിങ്ങളോട് പറയുന്ന കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ നിയന്ത്രണത്തിന് അതീതമായിട്ടുള്ള ചില മാറ്റങ്ങൾ, ചില ഷിഫ്റ്റ് പെട്ടെന്നൊക്കെ നിങ്ങളുടെ ജീവിതത്തിലോ ഒക്കെ സംഭവിക്കുമ്പോൾ, പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ സ്ട്രെസ്ഡ് ആകാൻ സാധ്യതയുണ്ട്, വിഷമിക്കാനൊക്കെ സാധ്യതയുണ്ട് അല്ലേ. അത് ഒരിക്കലും, ആ ഒരു ഡിസ്റ്റർബൻസ് ഒരിക്കലും നിങ്ങൾ അവരുടെ അടുത്ത് കാണിക്കരുത്. ഓക്കെ, ചില വ്യക്തികൾക്ക് ആ ഒരു ടെൻഡൻസി ഉണ്ട്, അവർ സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ ചുറ്റുമുള്ളവരിലേക്കൊക്കെ സ്ട്രെസ് എത്തിക്കുക, ആ ഡിസ്റ്റർബൻസ് എത്തിക്കുക, അതൊരു ടെൻഡൻസിയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങൾ അതിൽ വളരെ, അവർ നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഇതുപോലെ പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യാത്ത എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ സംഭവിക്കുമ്പോൾ നിങ്ങളാൽ കഴിയുന്ന സപ്പോർട്ട് അവർക്ക് കൊടുക്കുക. ഓക്കെ, അതുപോലെ തിരിച്ചും നിങ്ങളും അവരിൽ നിന്ന് ആ സപ്പോർട്ട്, നിങ്ങൾ അവരോട് സംസാരിക്കണം. നിങ്ങൾ അവർ അതായത് അവർ നിങ്ങളെ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടത്, നിങ്ങൾ ആ സ്ട്രെസ്ഫുൾ ആയിരിക്കും, ആ സ്ട്രെസ് അവരുടെ അടുത്ത് എടുക്കാതിരിക്കുക, നിങ്ങൾ ഫ്രസ്ട്രേഷൻ അവരുടെ അടുത്ത് തീർക്കാതിരിക്കുക. ഓക്കെ, പിന്നെ പുതിയ ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ നാച്ചുറലി ചില മാറ്റങ്ങൾ സംഭവിക്കേണ്ടതായ മാറ്റങ്ങൾ സംഭവിക്കും. ആ മാറ്റങ്ങൾ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവണം. ഞാൻ ഇങ്ങനെയായിരുന്നു, ഇനി ഞാൻ ഇങ്ങനെ ഒരിക്കലും മാറില്ല, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പണ്ടേ എങ്ങനെയാണെന്ന് പറഞ്ഞ് മാറാതിരിക്കരുത്. ചില ബന്ധങ്ങൾ, അത്രയും സുന്ദരമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മാറ്റിയേ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ എന്താ പറയുക, കാര്യമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിത്വത്തിന് തന്നെ മാറ്റിമറിക്കണം എന്നല്ല പറയണേ, പക്ഷെ നിങ്ങൾക്ക് കൊണ്ട് പറ്റുന്ന ചില മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളൊക്കെ വരുത്താൻ നിങ്ങൾ റെഡി ആയിരിക്കണം. അപ്പോൾ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അവരും നിങ്ങളെ ആസ് എ പേഴ്സൺ ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവർ ചിലപ്പോൾ കണ്ടുപരിചയിച്ചിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് എനർജി ആയിരിക്കും നിങ്ങളുടേത്. അതുപോലെ നിങ്ങളും അവരുടെ ചില കാര്യങ്ങൾ നിങ്ങൾക്കും പുതിയതായിരിക്കാം. ഓക്കെ, പക്ഷെ അത് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. പരസ്പരം അടിച്ചേൽപ്പിക്കാതിരിക്കുക. ഓക്കെ, എൻ്റെ വിശ്വാസം ഇങ്ങനെയാണ്, നീയും അങ്ങനെ വിശ്വസിക്കാൻ പാടുള്ളൂ എന്ന് അവർ പറയാനും പാടില്ല, അത് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. അതുപോലെ നിങ്ങളുടെ വിശ്വാസങ്ങൾ എങ്ങനെയാണ്, അതുപോലെ തന്നെയാണ് എൻ്റെ കൂടെയുള്ളവർ ആകേണ്ടത് എന്ന് നിങ്ങളും അടിച്ചേൽപ്പിക്കാതിരിക്കുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും അവസരങ്ങളൊക്കെ വരുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കെടുക്കേണ്ടതായിട്ടുള്ള ചടങ്ങുകളൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്തായാലും ഭാഗമാകുക. അവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളെ ക്ഷണിക്കണം, നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യാണ്, നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾ എന്തായാലും ഭാഗമായിരിക്കണം. അതുപോലെ അവരെയും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ജീവിതത്തിലെ സ്പെഷ്യൽ മൊമെൻറ്റ്സിൽ അവരെയും നിങ്ങളുടെ ആ ഒരു മൊമെൻറ്റിൻ്റെ ഭാഗമാക്കാൻ നിങ്ങൾക്ക് പറ്റണം. പിന്നെ ആ ഒരു പ്രയോറിറ്റൈസേഷൻ. ഓക്കെ, നിങ്ങൾ എങ്ങനെയാണോ അവർ നിങ്ങളെ സ്നേഹിക്കണം, അംഗീകരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു സ്നേഹവും അംഗീകാരം നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് നൽകണം. ഒരു കാരണവശാലും നിങ്ങളുടെ സന്തോഷവും സമാധാനവും ആ ഒരു സ്വസ്ഥതയും സാക്രിഫൈസ് ചെയ്തുകൊണ്ട് അവരുടെ സന്തോഷവും സമാധാനവും നിലനിർത്താൻ ശ്രമിക്കരുത്. ഓക്കെ, തിരിച്ചും നിങ്ങളത് എക്സ്പെക്ട് ചെയ്യാനും പാടില്ല. അവരവരുടെ സന്തോഷവും സമാധാനവും ഒക്കെ സാക്രിഫൈസ് ചെയ്ത് നിങ്ങളെ സന്തോഷിപ്പിക്കണം എന്ന് നിങ്ങളും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പാടില്ല. ഹെൽത്തി ബൗണ്ടറി വെക്കണം. ഓക്കെ, എത്ര അടുപ്പുള്ള കണക്ഷൻ ആണെങ്കിലും ഹെൽത്തി ബൗണ്ടറി ഉണ്ടായിരിക്കണം. പിന്നെ ഈ പറഞ്ഞതുപോലെ വളരെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കണം. അതായത് ഇത് നല്ലൊരു ബന്ധമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോവുക.
സക്സസ്ഫുൾ ആയിരിക്കും. ഈ ഒരു കണക്ഷൻ എന്നൊക്കെയോ അതൊരു നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരിക്കും എന്ന ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. ആത്മവിശ്വാസത്തോടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. അതുപോലെ തന്നെ കാര്യങ്ങൾ തുറന്ന് പറയാം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം നിങ്ങളും നിങ്ങളുടെ ഇൻലോസും തമ്മിൽ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പോൾ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് ആവശ്യമായ ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മൈ ഡിയർ ഗ്രൂപ്പ് 3. ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വ്യക്തിഗത റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക്